ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തിരുവനന്തപുരത്ത് മോഷണക്കുറ്റം ആരോപിച്ച് ദളിത് സ്ത്രീയോട് പോലീസിന്റെ കൊടും ക്രൂരത. ഇല്ലാത്ത മോഷണക്കുറ്റം ആരോപിച്ച് പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ അപമാനിക്കപ്പെട്ടത് നെടുമങ്ങാട് ചുള്ളിമാനൂർ സ്വദേശി ബിന്ദു. സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി വെള്ളം പോലും നൽകാതെ ചോദ്യം ചെയ്യുകയായിരുന്നു. കാണാതായ സ്വർണമാല അതേ വീട്ടിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും പോലീസ് FIR റദ്ദാക്കിയിട്ടില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പരാതി നൽകിയിട്ടും അവഗണിച്ചുവെന്നും ക്രൂരമായ അപമാനം നേരിട്ടെന്നും ബിന്ദു വെളിപ്പെടുത്തി. നടപടി വേണം, എനിക്ക് നീതി കിട്ടണം, ഞാൻ ചെയ്യാത്ത കുറ്റമാണ്. കഴിഞ്ഞ മാസം 23-നായിരുന്നു സംഭവം. സ്വർണമാല മോഷ്ടിച്ചെന്നാരോപിച്ച് വീട്ടുകാർ നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി. വീട്ടുജോലിക്ക് പോയതിന്റെ കൂലി തരാനെന്ന് പറഞ്ഞാണ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത്. മാല മോഷ്ടിച്ചിട്ടില്ലെന്ന് പോലീസിനോടും വീട്ടുടമയോടും പറഞ്ഞിട്ടും കേട്ടില്ല. പിന്നെ ദേഹപരിശോധനയും പുലർച്ചെ വരെ ചോദ്യം ചെയ്യലും. മാല എവിടെയെന്ന് പറഞ്ഞു ചോദിച്ചു. ഞാൻ പറഞ്ഞു മേഡം ഞാൻ മാല എടുത്തിട്ടില്ല. അവിടുത്തെ തൊഴുത് ഞാൻ പറഞ്ഞു മേഡം ഞാൻ മാല എടുത്തിട്ടില്ല. പ്രസന്നൻ എന്ന പോലീസുകാരൻ മോശമായി പെരുമാറിയെന്നും ബിന്ദു. മക്കളെയും ഭർത്താവിനെയും കേസിൽ കുടുക്കുമെന്നും ഭീഷണി. തിരിച്ചു വന്നിട്ട് SI വിളിച്ച് തിരിച്ചു പറയുന്നു, നിന്റെ ഒരു കാര്യം പറയാനുണ്ടെന്ന്. അത് വേറൊരു രീതിയിൽ വിളിച്ചിട്ടാണ് പറയണം. നിന്റെ ഒരു കാര്യം പറയാനുണ്ട്. ഈ കവടിയാർ ഭാഗത്തോ അമ്പലമുക്കിലോ കണ്ടുപോകരുത്. ഈ നാട് വിട്ടേ പൊയ്ക്കൊള്ളണമെന്നാണ് പറഞ്ഞത്. ഒടുവിൽ സ്വർണമാല ഉടമയുടെ വീട്ടിൽ നിന്ന് തന്നെ കണ്ടെത്തിയെങ്കിലും ഇക്കാര്യം പോലീസ് ബിന്ദുവിനോട് പറഞ്ഞില്ല. ബിന്ദുവിനെതിരായ FIR റദ്ദാക്കിയില്ല. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് പരാതി നൽകിയെങ്കിലും വായിച്ചു നോക്കുക പോലും ചെയ്തില്ലെന്ന് ബിന്ദു. അവിടെ നമ്മൾ ചെന്നു, ഞാൻ വക്കീലുമായി ചെന്നു, പരാതി കൊടുത്തു. എൻ്റെ പേപ്പർ മന്ത്രിയുടെ കയ്യിലോട്ട് കൊടുത്തപ്പോൾ വായിച്ചത് നോക്കിയില്ല, അങ്ങോട്ട് ഇട്ടിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു സാർ ഇതുപോലെ മാല മോഷണവുമായുള്ള കേസാണ്. അപ്പോൾ പറഞ്ഞു പിന്നെ ഇത് മാല മോഷണവുമായി പരാതിപ്പെട്ട ഈ പരാതിക്കാർ സ്റ്റേഷനിൽ വിടും, പോലീസ് പിടിക്കും, ഇതൊക്കെ കോടതിയിലാണ് പറയാനെന്ന് പറഞ്ഞു. അത്രേ പറഞ്ഞുള്ളൂ. പറഞ്ഞിട്ട് നമ്മളഞ്ഞ് വെളിയിലിറങ്ങി. DGPക്കും ബിന്ദു പരാതി നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. പോലീസ് നടപടിയിൽ വ്യാപക വിമർശനം ഉയർന്നതോടെ പേരൂർക്കട SIയെ സസ്പെൻഡ് ചെയ്തു. SD പ്രസാദിനെതിരെയാണ് നടപടി. എന്നാൽ SIക്കെതിരെ മാത്രം നടപടി പോരാ എന്നാണ് ബിന്ദുവിന്റെ പ്രതികരണം. തന്നോട് മോശമായി പെരുമാറിയ പ്രസന്നൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനെയും മറ്റു പോലീസുകാരെയും വീട്ടുടമ ഓമന ഡാനിയലിനെതിരെയും നടപടി വേണമെന്ന് ബിന്ദു ആവശ്യപ്പെട്ടു. സന്തോഷമുണ്ട്. നീതി ലഭിക്കും. മാത്രം പോരാ, പ്രസിഡന്റ് എന്ന് പറഞ്ഞ പോലീസുകാരനെയും സസ്പെൻഡ് ചെയ്യണം. കള്ളപ്പരാതി കൊടുത്തവർക്കെതിരെ നടപടി വേണം. നിയമപരമായിട്ടുള്ള നടപടിയുമായി മുന്നോട്ട് പോകും, പരാതികളുമായി മുന്നോട്ട് പോയി തന്നെ ചെയ്യും. സ്റ്റേഷനിലെത്തിയപ്പോൾ തന്നോടും പോലീസ് മോശമായി പെരുമാറിയെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് പറഞ്ഞു. മകൻ ഭക്ഷണവുമായി ചെന്നപ്പോഴും ഇതുതന്നെയായിരുന്നു പ്രതികരണം. ഇനി ഈ നാട്ടിൽ കണ്ടുപോകരുതെന്നും SI ഭീഷണിപ്പെടുത്തി. ഞാൻ എൻ്റെ ഭാര്യയെ കാണാൻ ചെന്നപ്പം അവിടെ ഒരു പോലീസുകാരൻ പറയുന്നു, എന്നെ തെറി വിളിച്ചിട്ട് പറഞ്ഞു നീ മാത്രം കണ്ടുപോലും വെളിയിലിട്ടായിരുന്നു. ഈ മാല ലഭിച്ചതിന് ശേഷം നിങ്ങളോട് ക്ഷമ ചോദിക്കുന്ന നടപടി ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാ പറഞ്ഞെന്തറിയാലും ഞാനും കൂടെ നിൽക്കാച്ചാ പറയണേ. എൻ്റെ ഭാര്യ ഇറക്കിക്കൊണ്ട് വരുന്ന സമയത്ത് ഈ മൊബൈൽ മേടിച്ചെന്നുള്ള പരാതി എഴുതി കൊടുത്തിട്ട് പോകാന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് SI വിളിച്ച് തിരിച്ചു പറയുന്നു, നിന്റെ ഒരു കാര്യം പറയാനുണ്ടെന്ന്. അത് വേറൊരു രീതിയിൽ വിളിച്ചിട്ടാണ് പറയണം. നിന്റെ ഒരു കാര്യം പറയാനുണ്ട്. ഈ കവടിയാർ ഭാഗത്തോ അമ്പലമുക്കിലോ കണ്ടുപോകരുത്. ഈ നാട് വിട്ടേ പൊയ്ക്കൊള്ളണമെന്നാണ് പറഞ്ഞത്. ഞാനും കേട്ടൊന്ന് നിൽക്കാച്ചാ പറയുന്നത്. ഈ SI പറഞ്ഞു കണ്ടുപോകില്ലെന്ന്. ഈ നാട്ടിൽ എന്താ കാപ്പ ഒത്തിരിക്കണമെന്ന്. എന്റെ ഭാര്യ അങ്ങനെയുള്ള തെറ്റൊന്നും കാണിച്ചില്ലല്ലോ. അജീഷ് ജയകുമാർ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെ SIയെ സസ്പെൻഡ് ചെയ്തു, അതും ഇത്രയും ദിവസം കഴിഞ്ഞ് ഇത് മാധ്യമ വാർത്തയായി പൊതുസമൂഹത്തിൽ വലിയ ചർച്ചയായപ്പോഴാണ് ഇത്തരമൊരു നടപടി ഉണ്ടാകുന്നത്. നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്തും അവർക്കെതിരായ ആ FIR റദ്ദാക്കപ്പെട്ടിട്ടില്ല, അത് അങ്ങനെ തന്നെ കിടക്കുകയാണ്. മോഷണക്കേസിലെ പ്രതിയായി അവരെ ഇപ്പോഴും പോലീസ് ആ രേഖകളിൽ ചിത്രീകരിക്കുന്നുണ്ട്. കൂടുതൽ ഉദ്യോഗസ്ഥർ, ഈ പ്രസന്നൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കാര്യം നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും ബിന്ദു പറയുന്നുണ്ടായിരുന്നു, അയാൾക്കെതിരെ നടപടിയില്ല. ഈ കള്ളപ്പരാതി കൊടുത്ത സ്ത്രീയോട് അതിന്റെ പശ്ചാത്തലത്തെ പറ്റി പോലീസ് ചോദിക്കുന്നതേ ഇല്ല. കൊടും ക്രൂരത പോലീസ് സ്റ്റേഷനിൽ നേരിട്ട വിവരം ലോകത്തോട് പറഞ്ഞപ്പോൾ മാത്രമാണ് എന്തെങ്കിലും ഒരു മുഖം രക്ഷിക്കൽ നടപടിക്ക് പോലും ആഭ്യന്തര വകുപ്പ് തയ്യാറാകുന്നത്, അല്ലേ?
വിജയകുമാർ, അങ്ങനെയാണ് ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു നടപടി എന്ന നിലയിലാണ് പ്രിൻസിപ്പൽ SIയെ സസ്പെൻഡ് ചെയ്തത്. ST പ്രസാദ് ജില്ലാ പോലീസ് മേധാവിയാണ് ഈ നടപടി എടുത്തിട്ടുള്ളത്. മറ്റ് 2 പോലീസുകാരുടെ പേര് കൂടി ഇപ്പോൾ ബിന്ദു പറയുന്നുണ്ട്. അതിലൊന്ന് പ്രസന്നൻ എന്ന പോലീസുകാരനാണ്. അദ്ദേഹം ASI എന്നാണ് ബിന്ദു പറയുന്നത്. മറ്റൊരു പോലീസുകാരനെ കണ്ടാലറിയാം, അവരുടെ പേരോ റാങ്കോ എന്നും അവർക്കറിയില്ല. ഇവർ 3 പേരുമാണ് ഏറ്റവും കൂടുതൽ മോശമായി ഈ സ്റ്റേഷനിൽ തന്നോട് പെരുമാറിയത്, മാനസികമായി പീഡിപ്പിച്ചത് എന്നാണ് ബിന്ദുവും ഒപ്പം തന്നെ കുടുംബവും, ഭർത്താവ് മക്കളും അടക്കമുള്ള കുടുംബങ്ങൾ ആരോപിക്കുന്നത്. പ്രധാനമായും ഇവർ 20 മണിക്കൂർ ഈ സ്റ്റേഷനിൽ അനുഭവിച്ച ദുരിതം, അവർക്ക് നേരിട്ട മാനസിക പീഡനം, നേരിട്ട അപമാനം, ഇതെല്ലാം നിറത്തിന്റെയും ജാതിയുടെയും പേരിലായിരുന്നു എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നു. കാരണം സ്റ്റേഷനിൽ എത്തിച്ചത് ആ നിമിഷം മുതൽ ഇവരാണ് ഈ മാല മോഷ്ടിച്ചത്, ഇവരാണ് കള്ളി എന്ന രീതിയിൽ ഉറപ്പിച്ചു തന്നെയായിരുന്നു പോലീസിന്റെ പ്രതികരണം. വനിതാ പോലീസുകാരൊക്കെ വളരെ മാന്യമായിട്ടാണ് തന്നോട് പെരുമാറിയതെന്നും ബിന്ദു പറയുന്നുണ്ടായിരുന്നു. ഈ സംഭവത്തിന് ശേഷം പലർക്കും പരാതി നൽകിയിരുന്നു. SC കമ്മീഷന് പരാതി നൽകിയിരുന്നു, മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയിരുന്നു. ഇതിൽ ഏതാണ്ട് 1 മാസത്തോളമാകുന്നു. ഇത് മാധ്യമ വാർത്തയാകുന്നതിന് മുമ്പ് വരെ വേണമെങ്കിൽ പോലീസിനൊരു അന്വേഷണം നടത്തി പരാതിക്കാരി കംപ്ലൈന്റ് പിൻവലിച്ചിട്ട് പോലും ഇവരുടെ FIR റദ്ദാക്കിയിട്ടില്ല. ഇതെല്ലാം തന്നെ പോലീസിന് നേരത്തെ ചെയ്യാമായിരുന്നു, പക്ഷേ ഇതുവരെയ്ക്കും ചെയ്തിട്ടില്ല. അതിന്റെ അർത്ഥം പോലീസ് കാണിച്ചിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള അനാസ്ഥയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലടക്കമുള്ളവർക്കും പരാതി നൽകിയിട്ട് പോലും, DGPക്ക് പരാതി നൽകിയിട്ട് പോലും ഇവർ യാതൊരു വിധത്തിൽ നടപടി എടുത്തിട്ടില്ല. ഇത് മാധ്യമ വാർത്തയായി ചർച്ചയായ നിമിഷം മാത്രമാണ് ഒരു ഉദ്യോഗസ്ഥനെതിരെ കഴമ്പുണ്ടെന്ന് കണ്ട് സസ്പെൻഷൻ ചെയ്തിട്ടുള്ളത്. പക്ഷേ മറ്റ് 2 ഉദ്യോഗസ്ഥർക്ക് എതിരെ കൂടി നടപടി വേണമെന്ന് അവർ ആവശ്യപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഈ പരാതി നൽകിയ ഓമന ഡാനിയൽ എന്ന സ്ത്രീക്കെതിരെയും നടപടി വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അടുത്ത ഘട്ടത്തിൽ ഇനി തുടർ പരാതികൾ നൽകുമെന്നും ബിന്ദു അടക്കമുള്ളവർ പറയുന്നുണ്ട്. എന്തായാലും ബിന്ദുവിന് പിന്തുണയുമായി കൂടുതൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, ജില്ലയിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും മഹിളാ കോൺഗ്രസ് നേതാക്കൾ അടക്കമുള്ളവർ ഇവിടെ എത്തി പിന്തുണ വാഗ്ദാനം ചെയ്തു. ഏത് തരത്തിലുള്ള നിയമ നടപടിയായി മുന്നോട്ട് പോയാലും തങ്ങൾ കൂടെ ഉണ്ടാകുമെന്ന് അവർ ഉറപ്പ് നൽകുകയും ചെയ്തു. എന്തായാലും ഇനി ഈ പ്രധാനപ്പെട്ട മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി മാറ്റി നിർത്തി ഇതിലൊരു അന്വേഷണം വേണം, അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നടക്കമുള്ള ആവശ്യമാണ് ബിന്ദുവിന്റെ കുടുംബം ഉന്നയിക്കുന്നത്. മാത്രമല്ല, ഈ പരാതി നൽകിയവർക്കെതിരെയും നടപടി ആവശ്യമുണ്ട്. കാരണം ഒരു തെറ്റും ചെയ്യാത്ത തന്നെ കള്ളിയാണെന്ന് വരുത്തി തീർത്ത് ഏതാണ്ട് 20 മണിക്കൂറിൽ സ്റ്റേഷനിലെത്തി തേജോവധം ചെയ്തു. തന്റെ ജാതിയുടെയും നിറത്തിന്റെയും പേരിൽ തന്നെ മാനസികമായി 20 മണിക്കൂറോളം പീഡിപ്പിച്ചു. വെള്ളം ചോദിച്ചപ്പോൾ കക്കൂസിൽ പോയി കുടിക്കാൻ വേണ്ടി പോലീസുകാർ ആജ്ഞാപിച്ചു. മാത്രമല്ല, ഒടുവിൽ മാല കിട്ടി, അത് പരാതിക്കാരിയുടെ വീട്ടിലുണ്ടെന്ന് പോലീസിനെ വിളിച്ച് പറഞ്ഞപ്പോൾ പോലും പോലീസ് ഈ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞു വിട്ടപ്പോൾ ഭീഷണിപ്പെടുത്തി, ഇനി കവടിയാർ, പേരൂർക്കട, അമ്പലമുക്ക് ഈ പരിസരത്ത് കണ്ടുപോകരുത് എന്നുള്ള രീതിയിൽ പോലീസുകാർ ഇവരെ ഭീഷണിപ്പെടുത്തി എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ വിഷയത്തിലെല്ലാം സമഗ്രമായ അന്വേഷണം നടത്തി വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ, അനാസ്ഥ കാണിച്ച ഈ ഗുരുതരമായ കൃത്യവിലോപം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഈ കുടുംബം. യെസ്, അജീഷ് തുടരുക. ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടി ഇന്ന് വന്നിട്ടുണ്ട്. അത് പരിശോധിച്ച ശേഷം ഒരിക്കൽ കൂടി അജീഷിലേക്ക് വരുന്നുണ്ട്. ബിന്ദുവിനുണ്ടായ ദുരനുഭവം ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതെന്ന് പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു പറഞ്ഞു. പോലീസിൽ നിന്നും റിപ്പോർട്ട് ആവശ്യപ്പെടുമെന്നും മന്ത്രി വിശദീകരിച്ചു. അവർ ജോലിക്ക് നിൽക്കുന്ന വീട്ടിൽ നിന്ന് സ്വർണ്ണമാല മോഷണം പോയതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവർ പരാതി കൊടുത്തതും ആ പരാതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ കസ്റ്റഡി എടുത്തതെന്നാണ് ആദ്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. പിന്നീടാണ് അന്വേഷണത്തിൽ ആ മാല ആ വീട്ടമ്മയുടെ വീട്ടിനകത്തു നിന്ന് തന്നെ കിട്ടി എന്നുള്ളതാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഏതായാലും നമ്മുടെ ഈ തദ്ദേശീയ ജനവിഭാഗത്തെ ആ സഹോദരിയെ അത്ര സമയമെടുത്തുകൊണ്ട് വല്ലാത്ത രീതിയിലുള്ള ചോദ്യം ചെയ്യലും ഒക്കെ നടത്തിയത് ഒരു സാഹസമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത് മിനിസ്റ്റർ നിലയ്ക്ക് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ആ കാര്യങ്ങൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്ക്. നെടുമങ്ങാട് ചുള്ളിമാനൂരിലെ വീട്ടിലെത്തി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ബിന്ദുവിനെ കണ്ടു. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്ന് KPCC അധ്യക്ഷൻ ആവശ്യപ്പെട്ടു. പോലീസിൽ വിളിച്ച സമയത്ത് തന്നെ ബിന്ദു ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. വനിതാ പോലീസ് ദേഹപരിശോധന നടത്തി, ഒന്നും ലഭിച്ചില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് നിരപരാധിത്വം വ്യക്തമാക്കി. എന്നാൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ SI ചീത്ത വിളിക്കുകയും വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന 2 പെൺമക്കൾ അവരെയും അവഹേളിക്കുന്ന രൂപത്തിൽ, ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ ഈ കുടുംബത്തിനാകെ വലിയ പ്രയാസം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി ഒരു വിശദമായൊരു പരാതി കൊടുത്തിട്ട് നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ബിന്ദു പ്രതിയായിട്ടാണ് ആ FIR കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്. DGPക്ക് പരാതി കൊടുത്തു. ഈ തെറ്റായിട്ടുള്ള രൂപത്തിൽ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും അവഹേളിക്കുകയും മക്കളെ ഉൾപ്പെടെ കേസിലേക്ക് വലിച്ചഴക്കുകയും മക്കളെ കള്ളിയുടെ മക്കൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ഭർത്താവിനും മക്കൾക്കെല്ലാം വലിയ മാനസിക പീഡനം ഉണ്ടാക്കുകയും
ചെയ്ത ബിന്ദുവിന് ഭക്ഷണം പോലും കിട്ടിയിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണം. പോലീസ് ഭരണത്തിന്റെ നേർസാക്ഷ്യമാണിത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. ഒരു വീട്ടുജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി 20 മണിക്കൂർ ടോർച്ചർ ചെയ്ത് അവരെ അപമാനിച്ച് അവർ പുറത്തിറക്കി വിട്ടു. തെറ്റ് ചെയ്തവരല്ല എന്ന് തെളിഞ്ഞിട്ടും പരാതി തന്നവർ പരാതി പിൻവലിച്ചിട്ടും അവരുടെ പേരിൽ FIR എടുത്ത് ഈ പരിസരത്തെങ്ങും കണ്ടുപോകരുതെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി പറഞ്ഞു വിട്ടു. പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്നവർക്ക് കക്കൂസിലെ വെള്ളമാണോ കുടിക്കാൻ കൊടുക്കുന്നത്? ആ സ്ത്രീയോട് പറഞ്ഞാണ് പോലീസ് ഉദ്യോഗസ്ഥർ, അതാണോ കുടിക്കാൻ കൊടുക്കുന്നത്? എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ അവരെ വീണ്ടും അപമാനിച്ച് അവരെ പറഞ്ഞയച്ചു. പരാതി കൊടുത്ത് എടുക്കും, വേണമെങ്കിൽ കോടതി പൊക്കോളാൻ. ഇതാണോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് ഒരു ദളിത് യുവതിക്കുണ്ടായ ഏറ്റവും നാണം കെട്ട അപമാനകരമായ ഒരു അനുഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നീതി ഇതാണ്? അതേസമയം ബിന്ദു ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കുമെന്നും നടപടി സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കുമെന്നായിരുന്നു CPM ജനറൽ സെക്രട്ടറി MA ബേബിയുടെ പ്രതികരണം. ഇവിടുത്തെ CPM-ൻ്റെയും LDF-ൻ്റെയും കേരളത്തിലെ നേതൃത്വം ഉചിതമായ വിധത്തിൽ അതിനോട് പ്രതികരിക്കും. സംസ്ഥാന ഗവൺമെൻറ് ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ ആ നിലയിൽ പരാതികൾ ഉണ്ടാകാത്ത വിധത്തിൽ ഇത് കൈകാര്യം ചെയ്യാൻ സംസ്ഥാനത്തെ പോലീസ് വകുപ്പിന് കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. 24 വാർഷികത്തിൽ തന്റെ ജന്മദിന സമ്മാനമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വാഗ്ദാനം ചെയ്ത 5 വീടുകളിൽ 4 വീടുകളുടെ താക്കോൽദാന ചടങ്ങ് ഇപ്പോൾ നടക്കുകയാണ്. നെടുമ്പാശ്ശേരി മാരിയറ്റ് കോർട്ട്യാർഡിലാണ് ചടങ്ങ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. മറ്റു ആഷിമി, മറ്റ് സഹോദരന്മാരെ, അതുകൂടാതെ ആസറ്റ്, ഈ ഞങ്ങൾ ഇരുകൂട്ടരും കൂടി ഏൽപ്പിച്ച ഈ പണി വളരെ ആത്മാർത്ഥയോടും അന്തസ്സോടുകൂടിയും വളരെ നല്ല നിലയിലും പണി പൂർത്തിയാക്കിയ അസറ്റ് ഹോംസ് സുനിൽ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ, സഹോദരന്മാരെ, ഈ ചാരിറ്റി എന്ന് പറയുന്നത് ഇടത്ത് കൈ കൊടുക്കുന്നത് വലത്ത് കൈയോ, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈയോ അറിയാൻ പാടില്ല. അതാണ് അതിൻ്റെ ചിട്ട, അതാണ് ശരി, അതാണ് ഞങ്ങളെ പഠിപ്പിച്ചതും. പക്ഷേ SK ഇത് വിളിച്ച് ഞാൻ പറഞ്ഞു എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത് SK എനിക്ക് വേണ്ടി കീ കൊടുത്താൽ മതിയെന്ന്. പക്ഷെ അദ്ദേഹം പറഞ്ഞു അത് മറ്റു പലർക്കും അതൊരു പ്രചോദനമാകട്ടെ എന്നാണ്. അപ്പോൾ ആയതുകൊണ്ട് ആ പ്രചോദനമായി ഇനിയും ഒരുപാട് ആളുകൾ ഗൾഫിൽ നിന്നും മറ്റ് ലോകത്തിൻ്റെ എമ്പാടുമുള്ള സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ കേരളത്തിൽ നിന്നും ഈ പാവപ്പെട്ട അവശരും അശനരും നിരാലംബരുമായ ആളുകൾക്ക് തലചയിക്കാനുള്ള സൗകര്യം ഇനിയും ചെയ്തു കൊടുക്കാനുള്ള ആ മാനസികാവസ്ഥ അവർക്കുണ്ടാകട്ടെ എന്ന് ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയും അവരോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. കാരണം എല്ലാവരും മുന്നിട്ട് ഇറങ്ങണം. ഇത് ഒരാളുടെ മാത്രം, ഒരു കൂട്ടരുടെ മാത്രം പ്രശ്നമല്ല. ഇന്ന് കേരളത്തിലെമ്പാടും വീടിനു വേണ്ടി വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ, റൊട്ടി മക്കാൻ കപ്പട എന്ന് വടക്കേ ഇന്ത്യക്കാർ പറയുന്ന ആ മക്കാൻ വീടിന് വേണ്ടി ഒരുപാട് ആളുകളുണ്ട്. ഈ 24 ചാനൽ എൻ്റെ സുഹൃത്ത് SK, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച് ഇതൊരു മഹാപ്രസ്ഥാനമായി വളരുകയും അതിലൂടെ തന്നെ ഒരുപാട് ആളുകൾക്ക് പല രീതിയിലും സഹായം കിട്ടുകയും ചെയ്യുക എന്നത് അത് അവരുടെ ഒരു ബാധ്യതയായി തന്നെ അവർ ഏറ്റെടുത്തു എന്നുള്ളതിൽ ഞാൻ അവരോട് പ്രത്യേകം നന്ദിയും അഭിനന്ദനവും രേഖപ്പെടുത്തുകയാണ്. ഒരു രാത്രി ഞാൻ വീട്ടിൽ വന്നിരുന്നു. അപ്പം എൻ്റെ ഭാര്യ എന്നോട് വന്നിട്ട് പറഞ്ഞു, നോക്കൊരു പെൺകുട്ടി, ഒരു സ്ത്രീയും കുട്ടികളുമായിട്ട് കരയുകയാണ്, അവരെ പുറത്താക്കി വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഞാനേ കണ്ടില്ലല്ലോ, നോക്കട്ടെ എന്ന് പറഞ്ഞ് രണ്ടാമത് എനിക്ക് വെച്ച് തരികയാണ് എൻ്റെ വൈഫ്. അത് വെച്ചപ്പോൾ ഇതാണ് കാണുന്നത്, അവരെ പുറത്താക്കിയിരിക്കുകയാണ്. അപ്പം തന്നെ ഞാൻ സ്വരാജിനെ വിളിച്ചു, പറഞ്ഞു ഉടൻ SK ആയിട്ട്
സംസാരിക്കുകയും ഈ പ്രശ്നം ഇപ്പം തന്നെ സോൾവ് ചെയ്യുകയും ചെയ്യുക. അപ്പോൾ ഞാൻ ചോദിച്ച്, സ്വരാജ് നീ എവിടെയാണ് ഇപ്പോൾ? ഞാൻ ജിമ്മിലാണ്. ഓ, ശരീരം നോക്കുന്നത് ശരി, പക്ഷെ ഇപ്പം നീ ജിമ്മിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഈ കാര്യം കഴിഞ്ഞ് അവരെ വീട്ടിൽ പാർപ്പിച്ചിട്ടേ ഇനി എന്നെ വിളിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അതിന് ആരൊക്കെ ഞാൻ വിളിക്കണോ ഒക്കെ വിളിക്കാം. ഇനി ക്യാഷ് ഏത് ബാങ്കാണെന്ന് എനിക്കറിയായിരുന്നില്ല. ക്യാഷ് വേണമെങ്കിൽ ഞാനിപ്പോൾ ഞങ്ങളുടെ ഹൈപ്പർ മാർക്കറ്റിലെ ആൾക്കാരെ വിളിച്ച് പറയാം, ക്യാഷ് തൽക്കാലം അവരവിടെ കൊണ്ടുവന്ന് വെച്ച് പിറ്റേ ദിവസം കാലത്ത് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യും, എന്നാലും താക്കോൽ കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ സുഹൃത്ത് മണപ്പുറം നന്ദകുമാർ അപ്പം തന്നെ അതിനെല്ലാ സഹായവും ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ ഈ ആ ക്രിട്ടിക്കലായിട്ടുള്ള മൂവ്മെൻറ്റ് മനുഷ്യൻ സഹായിക്കുന്നു എന്നുള്ളതിലാണ് എനിക്ക് ഈ ചാനലിനോടും പ്രത്യേകിച്ച് SKയോടൊക്കെ ഉള്ള പ്രത്യേകമായ സ്നേഹവും മതിപ്പും. അപ്പോൾ 5 വീട് കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം കൂടുതൽ വേണ്ടേ? അപ്പോൾ 2 കാര്യം ഞാൻ ഇപ്പോൾ എൻ്റെ ഫൈനാൻസ്, കേരളത്തിലെ ഫൈനാൻസ് നോക്കുന്ന പീതാംബരൻ നായർ 29 കൊല്ലമായി എൻ്റെ കൂടെ, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഈ വീടിൻ്റെ കീ ഏറ്റുവാകുന്നവർക്ക് ഈ 2 ലക്ഷം റുപ്യ സാധനങ്ങൾ മേടിക്കണ്ടേ, ഫർണിച്ചറോ സാധനങ്ങളോ മേടിക്കാൻ അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഒരു 10 വീട് കൂടി നിങ്ങൾ അസറ്റ് ഹോം തന്നെ ഇവിടെ ഉണ്ടല്ലോ, അവരെ തന്നെ ഏൽപ്പിക്കാം നമ്മൾ 10 വീട്. ഇത് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കേണ്ടത് നിങ്ങളാൾക്കാർ ചെയ്യാത്തതെന്ന്. എൻ്റെ ആളുകളെ ഞാനിത് ഏൽപ്പിച്ചാൽ എനിക്ക് അവരെ വിശ്വാസക്കുറവ് കൊണ്ടല്ല, അത് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും 1% പ്ലസ് ആൻഡ് മൈനസ് വന്നാൽ അത് വലിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ്. കാരണം അത് ചിലപ്പോൾ അത് കമ്മ്യൂണലാവാം, റിലീജിയസ് ആവാം, അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്കാകാം. അപ്പോൾ ഇതേമാതിരി മാധ്യമ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചാൽ അവരതിൻ്റെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അർഹതപ്പെട്ടവർക്ക് അവർ കൊടുക്കും എന്നുള്ള ഉത്തമ വിശ്വാസം കൊണ്ടാണ് ഞാനിത് 10 വീട് കൂടി ഞാൻ 24 SKക്ക് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഉടൻ തന്നെ പണി പൂർത്തിയാക്കുക, സമയം വൈകരുത്. അതിന് എന്നെ അസറ്റ് സഹായിക്കണം, പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം. കാരണം ഈ കാത്തിരിപ്പ്, ഹോപ്പ് കൊടുത്തിട്ട് കാത്തിരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം അതിനുവേണ്ടി പരിശ്രമിക്കുകയും അവസാനിപ്പിക്കുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും പ്രത്യേകം ഇവിടം ചെയ്യണം. നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹോദര്യത്തിനും അടുപ്പത്തിനും ഞാൻ അന്നും ഇന്നും എപ്പോഴും കേരളീയനാണ്. കേരളത്തിൻ്റെ ഏത് പ്രശ്നങ്ങളിലും എൻ്റേതായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും ഞാൻ ഏത് സമയത്തും തയ്യാറാണ്. ഇന്ത്യയുടെ പൊതുവായ പ്രശ്നത്തിലും പല കാര്യങ്ങളിലും അന്നിപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും നമ്മുടെ രാജ്യം ഇനിയും പുരോഗമിക്കണം. 5 ട്രില്യൺ എക്കണമിയിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ വരുന്ന എന്തിനേയും നമ്മൾ ഒരുമിച്ച് നേരിടേണ്ടവരാണ്. കാരണം ഭാവി തലമുറയുടെ പ്രശ്നമാണ്. തീർച്ചയായിട്ടും 5 ട്രില്യൺ എക്കണമിയിലേക്ക് ഇന്ത്യ എത്തുമെന്നുള്ളതിൽ നമ്മൾക്കൊന്നും വിഷമം വിചാരിക്കേണ്ട. ആ നിലയ്ക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യ. ഇനിയും ഞാൻ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലും ഏത് മതസ്ഥാപനങ്ങളിലും പോയാൽ അവരോട് പറയാറുള്ളത്, നിങ്ങൾ രാജ്യസ്നേഹികളായി വളരുക. ഹുബ്ബുൽ വത്തൻ മിനൽ ഈമാൻ, നിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നിൻ്റെ രാജ്യത്തെ സ്നേഹിക്കുക എന്നത്. രാജ്യത്തെ സ്നേഹിക്കുക എന്നത് രാജ്യത്തുള്ളവരെയും രാജ്യത്തിന് വേണ്ടിയും രാജ്യത്തെ സ്നേഹിക്കുക, അതോടൊപ്പം രാജ്യത്തിൽ താമസിക്കുന്നവരെയും സ്നേഹിക്കുക. അതേത് മതവിഭാഗങ്ങളിൽപ്പെട്ടവരായാലും ഏത് നിറങ്ങളിൽപ്പെട്ടവരായാലും അതൊന്നൊരു പ്രശ്നമില്ല. ആയതുകൊണ്ട് നമ്മുടെ യുവതലമുറയ്ക്ക്, ഭാവി തലമുറയ്ക്ക് ഭാസുരമായൊരു രാജ്യം നമ്മുടെ ബാധ്യത കൂടിയാണ്. ആ രാജ്യം അവർക്കും സന്തോഷകരമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് നമ്മളെല്ലാവരും കൂടിയാണ്. ആയതുകൊണ്ട് ഈ 5 ട്രില്യൺ എക്കണമിയിലേക്ക് പോകുന്ന ഈ രാജ്യത്തിലെ എല്ലാ രീതിയിലും നമ്മൾ സഹായിക്കാം, സഹകരിക്കാം. നിങ്ങൾക്ക് ഞാൻ ഈ പരിപാടിയിൽ പറ്റില്ല എന്ന് വീണ്ടും SKയോട് പറഞ്ഞപ്പോൾ SK പറഞ്ഞു, അതല്ല, നിങ്ങൾ മുഖാന്തരം വേറെ ആളുകൾക്കൊരു പ്രചോദനമാകട്ടെ എന്നാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്, അല്ലാതെ ഇത് കൊടുത്തുകൊണ്ടൊരു പേരെടുക്കാനല്ല. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.
കാരുണ്യത്തിൻ്റെ വാക്കുകൾക്ക് ഇനിയും നിലയ്ക്കാത്ത ആ സഹായ പ്രവാഹത്തിന് താങ്ക്സ് ലോഡ് സർ. ഷെമ യൂസഫ് അലി സർ പറഞ്ഞതുപോലെ ഏറ്റവും അർഹരായ കൈകൾ തന്നെയാണ്. ഇത് ആവശ്യക്കാരുടെ കൈകളിലല്ല, അത്യാവശ്യക്കാരുടെ കൈകളിലാണെന്ന് ഉറപ്പായും നമുക്ക് പറയാം. എന്താണ് ഇപ്പോൾ ലുലു ഗ്രൂപ്പിന്റെ സഹായത്തോടെ ഇപ്പോൾ പൂർത്തിയാക്കിയ 4 വീടുകൾ, 1 കോട്ടയം കുമരകത്താണ്, 2 തൃശൂർ വടക്കാഞ്ചേരിയിലാണ്. 24 വാർഷികത്തിൽ തന്റെ ജന്മദിന സമ്മാനമായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി വാഗ്ദാനം ചെയ്ത 5 വീടുകളിൽ 4 വീടുകളുടെ താക്കോൽദാന ചടങ്ങാണ് ഇപ്പോൾ നടക്കുന്നത്. നെടുമ്പാശ്ശേരിയിലെ മാരിയറ്റ് കോർട്ട്യാർഡിലായിരുന്നു ആ ചടങ്ങ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തിൽ ദുരൂഹത ഇല്ല എന്ന് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. അതേസമയം വിദഗ്ധ സംഘത്തിന്റെ പരിശോധന കെട്ടിടത്തിൽ തുടരുകയാണ്. ഇന്നലെ വൈകുന്നേരം 5 മണിയോടെയാണ് കോഴിക്കോട് പുതിയ സ്റ്റാൻഡിലെ വ്യാപാരശാലയ്ക്ക് തീപിടിച്ചത്. 7 മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീയണച്ചത്. നിലവിൽ ഈ തീപിടുത്തത്തിൽ ദുരൂഹതയില്ലെന്നാണ് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട്. അതേസമയം വിദഗ്ധ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. ഫയർഫോഴ്സ്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, പോലീസ്, ബോംബ്, ഡോഗ് സ്ക്വാഡ് എന്നിവരാണ് പരിശോധന നടത്തുന്നത്. അതേസമയം കൃത്യമായ അന്വേഷണം നടക്കുമെന്ന് കോർപ്പറേഷൻ മേയർ ബീന ഫിലിപ്പ് പറഞ്ഞു. ഉദ്യോഗസ്ഥ വീഴ്ചയുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും നടപടി ഉണ്ടാവണമല്ലോ. അവരുടെ ജോലികൾ അവർ ചെയ്യണം എന്നുള്ളതാണല്ലോ അതിന്റെ വാസ്തവം. ഓരോരുത്തർ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവരവർ ചെയ്തിരിക്കണം. അതേ എനിക്ക് പറയാനുള്ളത്. ഇതിനെക്കുറിച്ച് വസ്ത്രവ്യാപാരശാലയുടെ പങ്കാളികൾ തമ്മിൽ 2 ആഴ്ച മുൻപ് തർക്കമുണ്ടായിരുന്നു. ഉടമ മുകുന്ദനെ പാർട്ണറായ പ്രകാശൻ ആക്രമിച്ചിരുന്നു. സ്വത്തുമായി ബന്ധപ്പെട്ട മറ്റൊരു തർക്കവും പാർട്ണർമാർ തമ്മിലുണ്ടായിരുന്നു. ഇതുൾപ്പെടെ കസബ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അന്വേഷിക്കുന്നുണ്ട്. വിദഗ്ധ സംഘം പരിശോധനാ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്കും സംസ്ഥാന ഫയർഫോഴ്സ് മേധാവിക്കും കൈമാറും. 24 കോഴിക്കോട്. തീപിടുത്തമുണ്ടായ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിന് ഫയർ NOC ഉണ്ടായിരുന്നില്ല എന്ന് ജില്ലാ ഫയർ ഓഫീസർ KM അഷ്റഫ് അലി. തീപിടുത്തത്തിൽ ദുരൂഹതയുള്ളതായി പ്രാഥമികമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഫോറൻസിക് വിഭാഗമാണ് വ്യക്തത വരുത്തേണ്ടതെന്നും ജില്ലാ ഫയർ ഓഫീസർ പറഞ്ഞു. നോക്കിയിരുന്നു. ഇതിൽ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും ഒരറ്റത്തുമാണ് നമ്മൾ പ്രാഥമികമായിട്ട് തീ ഒറിജിനേറ്റ് ചെയ്തായിട്ട് കാണുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ളത് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മറ്റ് സോഴ്സുകളൊന്നും കാണാനില്ല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഫോറൻസിക് സ്റ്റഡിയിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. ദുരൂഹത എന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഇത് കെട്ടിടത്തിൻ്റെ ഉള്ളിലാണ് തീ പിടിച്ചിട്ടുള്ളത്. ഇത് അനധികൃതമാണെന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. അതായത് ഫയർ സർവീസിൽ നിന്ന് ഈ ബിൽഡിങ്ങിന് NOC നൽകിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അനധികൃതമാണോ അല്ലെന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. മിഥില ബാലൻ വിവരങ്ങൾ നൽകും കോഴിക്കോട്ട് നിന്ന്. മിഥില, എന്തൊക്കെയാണ് പ്രാഥമിക വിലയിരുത്തൽ? ഇപ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഫയർ NOCയുടെ പ്രശ്നങ്ങൾ, ഷോർട്ട് സർക്യൂട്ടൊക്കെ പറയുന്നുണ്ട്. അതിനിടയിൽ ഈ കച്ചവട പങ്കാളികൾ തമ്മിലുള്ള സാമ്പത്തിക തർക്കം, തുടർച്ചയായി അവർ തമ്മിൽ ചില തർക്കങ്ങളും ഏറ്റുമുട്ടലും ഒക്കെ ഉണ്ടായി എന്ന് പറയുന്നു. അതൊക്കെ ചേർത്തൊരു സമഗ്ര അന്വേഷണത്തിനാണെന്ന് തോന്നുന്നു വിവിധ സംവിധാനങ്ങൾ ഒരുമിച്ച് നോക്കുന്നത്, അല്ലേ? തീർച്ചയായും വിജയകുമാർ, 2 തലത്തിലുള്ള അന്വേഷണമാണ് ഇവിടെ നടക്കുന്നത്. ഒന്ന് പോലീസ് അന്വേഷണം നടക്കുന്നു, മറ്റൊന്ന് എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നതുമായി ബന്ധപ്പെട്ട ഫയർഫോഴ്സിൻ്റെയും ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൻ്റെയും ഒക്കെ പരിശോധന നടക്കുന്നു. ഇത്തരത്തിൽ 2 അന്വേഷണമാണ് നടക്കുന്നത്. ഇത് പോലീസിൻ്റേത് കസബ സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഷോപ്പിൻ്റെയും ഈ വസ്ത്ര വ്യാപാരശാലയുടെ പാർട്ണർമാർ തമ്മിൽ തർക്കമുണ്ടായിരുന്നു. ഈ തർക്കവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു തീപിടുത്തത്തിന് കാരണമുണ്ടോ എന്ന് കസബ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കുന്നുണ്ട്. അതേസമയം തന്നെ രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ റിപ്പോർട്ടിൽ ദുരൂഹതയൊന്നുമില്ല. ഷോർട്ട് സർക്യൂട്ടാണ് ഈ ഒരു തീപിടുത്തത്തിന് കാരണം എന്ന ഒരു പ്രാഥമിക നിഗമനമാണുള്ളത്. അതുതന്നെയാണ് അല്പസമയം മുമ്പ് സംസാരിച്ച ജില്ലാ ഫയർ ഓഫീസറും പറഞ്ഞിട്ടുള്ളത്. ദുരൂഹത ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഷോർട്ട് സർക്യൂട്ട് അല്ല മറ്റ് നിഗമനങ്ങളിലേക്കും എത്താൻ കഴിഞ്ഞിട്ട് എന്തുതന്നെയായാലും വിശദമായ ഒരു അന്വേഷണം ഇപ്പോൾ ഫോറൻസിക് വിഭാഗത്തിൻ്റെ ഒക്കെ അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണത്തിനൊടുവിൽ മാത്രമേ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു കാരണം തീപിടുത്തത്തിൻ്റെ പറയാൻ പറ്റുകയുള്ളൂ. 1ാമത്തെയും 2ാമത്തെയും നിലകളിൽ നിന്നാണ് തീ പടർന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തീ പടർന്നത് 2 ഇടങ്ങളിൽ നിന്നായതുകൊണ്ട് തന്നെ ഇത് ഷോർട്ട് സർക്യൂട്ട് കാരണമാകാം എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇവരുള്ളത്. ജില്ലാ ഫയർ ഓഫീസർ നാളെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ കാര്യങ്ങൾ തന്നെയായിരിക്കും ഈ റിപ്പോർട്ടിൽ ഉണ്ടാവുക എന്ന് പറയുന്നു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഫയർഫോഴ്സ് ഏറെ ശ്രമകരമായി
ഒരു പ്രയത്നത്തിനൊടുവിലാണ് ഈ തീപിടിച്ച ഈ കെട്ടിടത്തിന് ഉൾവശത്തേക്ക് എത്തിയത്. അതിന് അവർ കാരണമായി പറയുന്നത് ചുറ്റിലും ഫ്ലെക്സ് ബോർഡുകളെല്ലാം വെച്ച് കെട്ടിയടയ്ക്കപ്പെട്ട ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഫയർഫോഴ്സ് എത്താൻ വൈകി എന്ന ഒരു ആരോപണം ഉയർന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ 3 മിനിറ്റകം തന്നെ ഫയർ സ്റ്റേഷനിൽ കോൾ എത്തുന്നു. അതിന് പിന്നാലെ 3 മിനിറ്റകം തന്നെ ഇവിടെ എത്തി എന്നും ഫയർഫോഴ്സിന്റെ ഭാഗത്ത് യാതൊരു തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല എന്നും ഈ ഫയർ ഓഫീസർ പറയുന്നുണ്ട്. എന്തുതന്നെയായാലും ഇന്നലെ നമ്മൾ കണ്ടത് കോഴിക്കോട് ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു തീപിടുത്തമാണ്. നേരത്തെ തീപിടുത്തമെല്ലാം ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അത് തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ 7 മണിക്കൂറിനപ്പുറത്തേക്ക് തീ നിയന്ത്രണ വിധേയമാകാൻ കഴിയാത്ത ഒരു സാഹചര്യം. എന്തുതന്നെയായാലും നാളെ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ഫയർ ഓഫീസർ സമർപ്പിക്കും. ഫോറൻസിക്കിന്റെ പരിശോധന ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. യെസ്, തീപിടുത്തത്തിൽ ദുരൂഹതയുള്ളതായി പ്രാഥമികമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പക്ഷേ എല്ലാ സാഹചര്യങ്ങളും എല്ലാ സാധ്യതകളും ഈ അന്വേഷണ പരിധിയിൽ ഉണ്ടാകും. മിഥില ബാലനാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്. കോഴിക്കോട് ബസ് സ്റ്റാൻഡിലെ തീപിടുത്തത്തിൽ കോർപ്പറേഷനെതിരെ UDF അനധികൃത നിർമ്മാണം അപകടത്തിന് വഴിവെച്ചുവെന്നും സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും UDF ആവശ്യപ്പെട്ടു. രക്ഷാദൗത്യം വൈകിയത് നാശനഷ്ടം കൂട്ടാനിടയാക്കി എന്നാണ് വ്യാപാരികളുടെ പ്രതികരണം. ഞായറാഴ്ച വൈകിട്ട് 4:10 തീപിടുത്തമുണ്ടായത്. എന്നാൽ തീയണയ്ക്കാൻ ഫയർ എഞ്ചിൻ എത്തിയത് 1 മണിക്കൂറോളം വൈകിയാണെന്ന് വ്യാപാരികൾ പറയുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ എത്തിയതുകൊണ്ട് മാത്രമാണ് തീയണക്കാൻ കഴിഞ്ഞതെന്നും വ്യാപാരികൾ. 4:45 തീപിടിച്ച് 5:30 ഇവിടെ വണ്ടി എത്തിച്ചേർന്നിട്ടുള്ളത്. ആദ്യത്തെ വണ്ടി. കോഴിക്കോട് പോലുള്ള ഒരു വലിയ നഗരത്തിൽ തീപിടുത്തമുണ്ടാകുമ്പോൾ അത് കെടുത്താനുള്ള സംവിധാനം നമ്മുടെ സംവിധാനത്തിനില്ല. അതിന്റെ പോരായ്മയാണ് ഇവിടെ ഇന്നലെ സംഭവിച്ചിട്ടുള്ളത്. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ്. ഇന്ന് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഈ വ്യാപാര സ്ഥാപനങ്ങളൊക്കെ തന്നെ അത് അനധികൃതമായി നടത്തിയ സ്ഥാപനമാണോ, അതല്ല എങ്കിൽ യഥാർത്ഥത്തിൽ അവർ നിയമാനുസൃതം ചെയ്ത കാര്യങ്ങളാണോ എന്നതിനെക്കുറിച്ച് പരിശോധിക്കണം. കോഴിക്കോട് കോർപ്പറേഷനാണ് 1-ാം പ്രതിയെന്നും കോർപ്പറേഷനെ പ്രതിയാക്കി കേസെടുക്കണമെന്നും DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ആവശ്യപ്പെട്ടു. ഈ അപകടത്തിലെ 1-ാം പ്രതി കോഴിക്കോട് കോർപ്പറേഷനാണ്. കോർപ്പറേഷൻ അധികാരെ പ്രതി ചേർത്തുകൊണ്ട് ക്രിമിനൽ കേസെടുക്കണം. കെട്ടിട നിർമ്മാണത്തിൽ അഡ്ജസ്റ്റ്മെന്റ് നടന്നുവെന്ന് ഭരണപക്ഷ MLA കൂടിയായ അഹമ്മദ് ദേവർകോവിലും പറഞ്ഞു. ഈ ബിൽഡിംഗ് വളരെ പഴക്കം ചെന്നൊരു ബിൽഡിംഗ് ആണ്. ദീർഘകാലമായി തന്നെ ഇതിന്റെ മുകളിൽ ഇതുപോലെയുള്ള അറ്റാച്ച്മെന്റ് വർക്കുകൾ നടന്നിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. മറ്റൊക്കെ പിന്നീട് ടെമ്പററിയായി ചെയ്തിട്ടുള്ളതായിട്ട് കാണുന്നത്. ഇനി ഭാവിയിൽ ഇത്തരം ഒരു അപകടം വരാതിരിക്കാനുള്ള സാധ്യതകളെ കുറിച്ച് ഗൗരവതരമായി ചർച്ച ചെയ്യണം. കൃത്യസമയത്ത് ഫയർ ഓഡിറ്റ് നടത്തിയില്ല. നഗരഹൃദയത്തിൽ വൻ തീപിടുത്തമുണ്ടായിട്ട് അണയ്ക്കാൻ മണിക്കൂറുകൾ വേണ്ടി വന്നു തുടങ്ങിയ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കോർപ്പറേഷനെതിരെ ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് UDF. സമീർ C. മുഹമ്മദ്, 24 കോഴിക്കോട്. കോഴിക്കോട് തുടർച്ചയായി ഉണ്ടാകുന്ന തീപിടുത്തങ്ങളിൽ ജനങ്ങൾക്ക് ആശങ്ക. ഒരാഴ്ച മുമ്പ് 2 തവണയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തീപിടുത്തമുണ്ടായത്. അഗ്നിരക്ഷാ മാനദണ്ഡങ്ങൾ സർക്കാർ കെട്ടിടങ്ങളിൽ പോലും പാലിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഒടുവിലത്തെ ഈ സംഭവം. കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ അഗ്നിരക്ഷാ നിയമങ്ങൾ പൂർണ്ണമായും പാലിക്കണമെന്നാണ് നിയമം. ഇത് ഉറപ്പാക്കേണ്ടതും വർഷാവർഷം പരിശോധന നടത്തേണ്ടതും സർക്കാർ സംവിധാനങ്ങളാണ്. എന്നാൽ കോഴിക്കോട് സർക്കാർ കെട്ടിടങ്ങളിൽ തന്നെയാണ് തുടർച്ചയായി തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നത്. ഇന്നലെ തീപിടുത്തമുണ്ടായ കോർപ്പറേഷൻ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിന്റെ 3 ഭാഗവും തുറസാണ്. എന്നാൽ കെട്ടിടത്തിലെ അനധികൃത നിർമ്മാണങ്ങൾ തീ അണയ്ക്കുന്നതിന് വെല്ലുവിളി സൃഷ്ടിച്ചു. ഈ വർഷം ഇതുവരെ 4 വലിയ തീപിടുത്തങ്ങളാണ് കോഴിക്കോട് നടന്നത്. മാർച്ച് 16 കുറ്റിക്കാട്ടൂരിൽ ആക്രി ഗോഡൌണിന് തീപിടിച്ച് വൻ നാശനഷ്ടമുണ്ടായി. മെയ് 2 കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പൊട്ടിത്തെറിയുണ്ടായി. മെയ് 5 മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗം 6-ാം നിലയിൽ ഓപ്പറേഷൻ തിയേറ്റർ കത്തി നശിച്ചു. തൊട്ടു പിന്നാലെയാണ് ഇന്നലത്തെ തീപിടുത്തം. എല്ലാത്തിനും കാരണം ഒന്നു മാത്രം: കെട്ടിടങ്ങളിൽ ആവശ്യത്തിന് ഫയർ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നില്ല. കാലപ്പഴക്കം ചെന്ന കെട്ടിടങ്ങളുള്ള കോഴിക്കോട് നഗരത്തിലെ ആശങ്ക പരിഹരിക്കണമെങ്കിൽ അധികൃതർ കണ്ണു തുറന്നേ മതിയാകൂ. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. ED ഉദ്യോഗസ്ഥൻ പ്രതിയായ കൊഴക്കേസിൽ നിർണായക തെളിവായി ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യറിന്റെ ഡയറി. ED സമൻസ് അയച്ച ആളുകളുടെ വിവരങ്ങൾ ഈ ഡയറിയിൽ കണ്ടെത്തി. കൊഴക്കേസിന് പിന്നാലെ EDക്കെതിരെ സമാന പരാതികൾ നിരവധി വരുന്നുണ്ടെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. തട്ടിപ്പിന്റെ മുഖ്യകണ്ണി രഞ്ജിത്ത് വാര്യർ എന്ന് തെളിയിക്കുന്ന ഡയറിയാണ് വിജിലൻസിന് ലഭിച്ചത്. ED സമൻസ് അയച്ച് വിളിച്ചവരുടെ പേരുകൾ രഞ്ജിത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. തട്ടിപ്പിനിരയാക്കേണ്ട ആളുകളെ തിരഞ്ഞെടുക്കുന്നതിലും രഞ്ജിത്തിന് പങ്കുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഇയാളുടെ ലാപ്ടോപ്പും മൊബൈൽ ഫോണും ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു. കോഴക്കേസിന് പിന്നാലെ EDക്കെതിരെ പരാതി പ്രവാഹമാണ്. തട്ടിപ്പിന് സമാനമായ അനുഭവങ്ങൾ നേരിട്ടതായി നിരവധി പേർ പറയുന്നു. എന്നാൽ ED പ്രതികാര നടപടി സ്വീകരിക്കുമെന്ന് ഭയന്ന പരാതി എഴുതി നൽകാൻ പലർക്കും ആശങ്കയുണ്ട്.
കൂടുതൽ പരാതികൾ വരുന്നുണ്ടെന്ന് വിജിലൻസും വ്യക്തമാക്കി. ഞങ്ങൾ ആദ്യം ഞങ്ങൾക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ, ഞങ്ങളിത് വളരെ വിശദമായി അന്വേഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സിലാണ്. ഞങ്ങൾക്ക് പിന്നെ വേറെ കുറച്ച് സൈബർ റിലേറ്റഡ് കാര്യങ്ങൾ നോക്കണം. അങ്ങനെ ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഫോണിലൂടെ ചില പരാതികൾ വരുന്നുണ്ട്, അത് നമുക്കൊന്നത് പരിശോധിക്കണം. ഇഡിക്കെതിരെ രാഷ്ട്രീയ വിമർശനവും ശക്തമാകുകയാണ്. തുറന്നുകാട്ടപ്പെടുന്നത് ഇഡിയുടെ അഴിമതി മുഖമെന്നും ഇഡി പലപ്പോഴും തെളിവില്ലാതെ കേസുകൾ കെട്ടിച്ചമക്കുന്നുവെന്നും CPIM മുഖപത്രം ദേശാഭിമാനി കുറ്റപ്പെടുത്തി. കൊടകര കുഴൽപ്പണക്കേസിൽ മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്ത് കേസുകളിലും ഇഡി നിലപാട് സംശയാസ്പദമെന്ന് മുസ്ലിം ലീഗ് മുഖപത്രം ചന്ദ്രികയും വിമർശിച്ചു. കേസിൽ കസ്റ്റഡിയിലുള്ള പ്രതികളുടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ വിളിപ്പിക്കുന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ഇഡിയുടെ പേരിൽ രഞ്ജിത്തും മുകേഷും വിൽസനും അടങ്ങുന്ന നെക്സസ് തട്ടിയത് വൻതുകയെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക കണ്ടെത്തൽ. മൊഴികൾക്കപ്പുറം ഡിജിറ്റൽ തെളിവുകൾ കൂടി ലഭിച്ചാൽ ഇഡി അസിസ്റ്റന്റ് ഡയറക്ടർ കേസിലെ 1-ാം പ്രതി ശേഖർ കുമാർ കുടുങ്ങും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടി വിശദീകരിച്ച കേണൽ സോഫിയ ഖുറേഷിക്കെതിരായ പരാമർശത്തിൽ BJP മന്ത്രി വിജയ് ഷായുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞു. അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. 3 IPS ഉദ്യോഗസ്ഥർ അടങ്ങുന്ന സംഘത്തെയാണ് സുപ്രീം കോടതി ചുമതലപ്പെടുത്തിയത്. അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, ഈ അറസ്റ്റ് തടഞ്ഞു എന്നത് മാത്രമേ മന്ത്രിക്ക് ഒരു ആനുകൂല്യമുള്ളൂ. പരാമർശങ്ങൾ മുഴുവൻ മന്ത്രിക്കെതിരാണ്. മന്ത്രിയുടെ മാപ്പപേക്ഷ കോടതി അംഗീകരിച്ചില്ല, മുതലക്കണ്ണീരൊഴുക്കലാണ് എന്ന് സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ വിജയ് ഷായ്ക്ക് എന്താണ് കൂടുതൽ അപകടത്തിലേക്ക് സുപ്രീം കോടതിയുടെ പരാമർശങ്ങളൊക്കെ വലിയ പ്രതിരോധത്തിലാവുകയാണല്ലോ മന്ത്രി, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായ വിമർശനമാണ് വിജയ് ഷായ്ക്കെതിരെ ഉണ്ടായത്. അതിൽ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത് പരിചയസമ്പന്നനായ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഉപയോഗിക്കുന്ന വാക്കുകളെക്കുറിച്ചുള്ള ഒരു ബോധ്യം അത് അദ്ദേഹത്തിന് വേണം എന്നാണ് വിജയ് ഷായോട് പറഞ്ഞത്. ഒപ്പം തന്നെ ഈ മാപ്പപേക്ഷ, അതായത് ക്ഷമാപണം നടത്തി എന്ന് വിജയ് ഷാ പറയുന്നു. ആ ക്ഷമാപണം ഏത് തരത്തിലുള്ളത് എന്നതായിരുന്നു സുപ്രീം കോടതി ചോദിച്ചത്. അനന്തരഫലങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് ഈ ക്ഷമാപണം എന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിജയ് ഷാ നടത്തിയിട്ടുള്ള ക്ഷമാപണം പൂർണ്ണമായും നിരസിക്കുന്നു എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. മാത്രമല്ല, ഈ സായുധ സേനയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. അതുകൊണ്ട് ആ ഉത്തരവാദിത്തോടു കൂടി കോടതി പെരുമാറും എന്നതാണ് അറിയിച്ചത്. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ വിജയ് ഷായുടെ പരാമർശവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അത് അന്വേഷിക്കാൻ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. 3 IPS ഉദ്യോഗസ്ഥർ, ഒരു വനിതാ ഉദ്യോഗസ്ഥ ഉൾപ്പെടെ 3 IPS ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഒരു SITക്കാണ് ഇപ്പോൾ രൂപീകരിച്ചിരിക്കുന്നത്. അതിൽ IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും അത് നയിക്കുക. SP റാങ്കോ അതിന് മുകളിലുള്ളതോ ആയ ഉദ്യോഗസ്ഥരായിരിക്കും മറ്റ് 2 അംഗങ്ങൾ എന്നതാണ്. ഇതിൽ നാളെ രാത്രി 10 മണിക്ക് മുൻപ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച തീരുമാനമെടുക്കാൻ മധ്യപ്രദേശ് DGPയോട് കൂടി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഇപ്പോൾ വിജയ് ഷായ്ക്ക് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ലഭിച്ചിരിക്കുന്ന ഒരു ആനുകൂല്യം എന്നത് അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ നിലവിലെ മധ്യപ്രദേശ് പോലീസ് എടുത്ത FIR അത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറണം. കാര്യം അതിൽ അപാകതകളുണ്ടെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചിരുന്നു. ആ അപാകതകളെപ്പറ്റി സുപ്രീം കോടതി സർക്കാരിനോട് വിശദീകരണം ചോദിക്കുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായി ഒരു നോട്ടീസ് കൂടി നൽകിയിരിക്കുകയാണ്. എന്തായാലും അന്വേഷണം നേരിട്ട് നിരീക്ഷിക്കില്ല എന്ന് സുപ്രീം കോടതി അറിയിച്ചു. മറിച്ച് ഈ പ്രത്യേക അന്വേഷണ സംഘം ഈ അന്വേഷണത്തിൻ്റെ ഒരു റിപ്പോർട്ട് അത് സുപ്രീം കോടതിക്ക് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. മെയ് 28-നായിരിക്കും, ഈ മാസം 28-നായിരിക്കും ഇനി ഈ ഹർജി പരിഗണിക്കുക. എന്തായാലും വിജയ് ഷായുടെ പരാമർശം, അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്ഷമാപണം അത് നിരസിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇപ്പോൾ ഒരു തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. വിജയകുമാർ. വിജയ് ഷായുടെ ക്ഷമാപണത്തെ പൂർണ്ണമായും സുപ്രീം കോടതി തള്ളുകയാണ്. അനന്തരഫലങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുള്ള ഒരു തന്ത്രമായിരുന്നു ആ ക്ഷമാപണമെന്നാണ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്ന് സമ്മതിക്കാൻ മന്ത്രി വിജയ് ഷാ തയ്യാറാകുന്നില്ല എന്ന് കോടതി സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ കർശനമായി തന്നെ കോടതി ഈ വിഷയത്തെ സമീപിക്കുന്നുണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. ഹൈക്കോടതി കേസെടുക്കാൻ നിർദ്ദേശിച്ചത് അതിൻ്റെ കടമ നിർവഹിച്ചതിന് തുല്യമാണ് എന്ന് കോടതി പറയുന്നു. സംസ്ഥാന നടപടി നീതിയുക്തമാകണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതേ നിലയിൽ കാര്യങ്ങൾ നീങ്ങണം. അക്കാര്യത്തിൽ കോടതി വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയത്തെ കാണുന്നു എന്ന സൂചന പരാമർശങ്ങളിലാകെയുണ്ട്. അച്യുതനാണ് വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.
പാക് ഭീകരതയ്ക്കെതിരെയുള്ള ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് കരസേന. പാക് ഡ്രോണുകൾ തകർക്കുന്നതുൾപ്പെടെയുള്ള ദൃശ്യങ്ങളാണ് നീതി നടപ്പാക്കിയെന്ന ഹാഷ്ടാഗോടെ കരസേനയുടെ വെസ്റ്റേൺ കമാൻഡ് പുറത്തുവിട്ടത്. പാക് ഡ്രോണുകൾ തകർത്ത ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സേന പ്രദർശിപ്പിച്ചു. ഭൂമിയിൽ നിന്ന് തങ്ങൾ ആകാശത്തെ സംരക്ഷിച്ചു എന്ന തലക്കെട്ടോടെയാണ് ഇന്ത്യൻ ആർമിയുടെ വെസ്റ്റേൺ കമാൻഡ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പങ്കുവച്ചത്. പാകിസ്ഥാന്റെ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതും തകർക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ. പഞ്ചാബ് അമൃത്സറിലും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കരുത്തറിയിക്കുന്ന പ്രദർശനവും സൈന്യം നടത്തി. പാക് ഡ്രോണുകളെ തകർത്ത ആകാശ് മിസൈൽ സംവിധാനങ്ങളും L-70 വ്യോമ പ്രതിരോധ തോക്കുകളും സൈന്യം അവതരിപ്പിച്ചു. സൈന്യം തകർത്ത പാക് ഡ്രോണുകളുടെയും മിസൈലുകളുടെയും അവശിഷ്ടങ്ങളും പ്രദർശിപ്പിച്ചു. ഭീകരവിരുദ്ധ നടപടിയുടെ ഭാഗമായി ജമ്മു കശ്മീർ ഷോപ്പിയാനിൽ 2 പേരെ സേന അറസ്റ്റ് ചെയ്തു. പിസ്റ്റളുകളും ഗ്രനേഡുകളുമായി പിടിയിലായവർ ഭീകരർക്കായി പ്രാദേശിക സഹായം നൽകിയിരുന്നവർ എന്നാണ് സേന അറിയിച്ചത്. ഇവരെ ചോദ്യം ചെയ്തു വരുന്നു. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ ഒരാളെ ഉത്തർപ്രദേശ് മൊറാദാബാദിൽ നിന്ന് പ്രത്യേക സംഘം പിടികൂടി. ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ വിവരങ്ങൾ ISIക്ക് കൈമാറി എന്നാരോപിച്ചാണ് ഷഹസാദിനെ അറസ്റ്റ് ചെയ്തത്. 24 ഡൽഹി. വിദേശ പര്യടനത്തിനുള്ള സർവകക്ഷി സംഘത്തെ ഡോക്ടർ ശശി തരൂർ MP നയിക്കുന്നത് ഹൈക്കമാൻഡിന്റെ അനുമതിയില്ലാതെ എന്ന് കോൺഗ്രസ് വൃത്തങ്ങൾ. അതേസമയം തരൂരിന്റെ നിലപാടിനെ പിന്തുണച്ച് കോൺഗ്രസ് ലോക്സഭാംഗം മനീഷ് തിവാരി രംഗത്തെത്തി. ശശി തരൂർ പാർട്ടിയുടെ അനുമതി തേടണമായിരുന്നു എന്ന് മുതിർന്ന നേതാവ് PJ കുര്യൻ 24നോട് പ്രതികരിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാനുള്ള MP-മാരുടെ സംഘത്തിലേക്ക് തന്നെ ക്ഷണിച്ച വിവരം പാർട്ടി അറിയിച്ചിരുന്നുവെന്നാണ് ശശി തരൂർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നത്. എന്നാൽ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു വിളിച്ചപ്പോൾ ഹൈക്കമാൻഡിനോട് അനുവാദം വാങ്ങാതെയാണ് തരൂർ സമ്മതം നൽകിയതെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. സംഘത്തിലേക്ക് 4 പേരുടെ പേരുകൾ നിർദ്ദേശിക്കാനായിരുന്നു കോൺഗ്രസിനോട് ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ കോൺഗ്രസ് നൽകിയ പേരുകളിൽ മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മയെ മാത്രമാണ് സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാർട്ടിയോട് അനുവാദം വാങ്ങാതെ കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ച ശശി തരൂരിനെ കോൺഗ്രസ് നേതാക്കൾ വിമർശിക്കുകയാണ്. പാർട്ടിയേക്കാൾ ഒരു വ്യക്തിയും വലുതല്ലെന്ന് PJ കുര്യൻ. ആ ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ശശി തരൂരിൻ്റെ കടമയായിരുന്നു അത് കോൺഗ്രസ് പാർട്ടിയോട് ഇങ്ങനെ ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട്, അക്സെപ്റ്റ് ചെയ്യാനുള്ള അനുവാദം വേണം എന്ന് പറയണം. കാരണം ശശി തരൂർ കോൺഗ്രസ് പാർട്ടിയുടെ MP ആണ്. അനുവാദം ചോദിച്ചിരുന്നത് തീർച്ചയായും അനുവാദം കൊടുത്തതിന് തരൂരിന് വീഴ്ച സംഭവിച്ചു. ആ കാര്യത്തിലാണ് വീഴ്ച സംഭവിച്ചത്. സർവകക്ഷി സംഘത്തിലേക്കുള്ള കേന്ദ്ര സർക്കാരിന്റെ ക്ഷണം സ്വീകരിച്ചതിനെ മനീഷ് തിവാരി ന്യായീകരിച്ചു. കോൺഗ്രസ് ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് കിഷോർ കുമാറിന്റെ ഗാനം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തായിരുന്നു വിശദീകരണം. MP-മാരുടെ സംഘത്തിൽ ആര് പോകണമെന്ന കാര്യം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി പറഞ്ഞു. സംഘത്തിൽ കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയ യൂസഫ് പത്താനെ വിടുന്ന കാര്യം തീരുമാനിച്ചിട്ടില്ലെന്നും തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കി. 24 ഡൽഹി. ആണവോർജ്ജ മേഖലയിൽ നിർണായക നിയമ ഭേദഗതിക്കൊരുങ്ങി കേന്ദ്ര സർക്കാർ. 2 നിയമ ഭേദഗതികളാകും നിലവിലെ നിയമത്തിൽ കൊണ്ടുവരിക. ആണവോർജ്ജ രംഗത്ത് സ്വകാര്യ മേഖലയ്ക്ക് തുറന്നു നൽകാനുള്ള ഭേദഗതി ഉൾപ്പെടെ ഇതിന്റെ ഭാഗമായി കൊണ്ടുവന്നേക്കും. രാജ്യത്തെ ആണവോർജ്ജ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കാനും വിദേശ നിക്ഷേപ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ടാണ് കേന്ദ്ര സർക്കാർ നീക്കം. നിലവിലെ ആണവോർജ്ജ നിയമത്തിലെ 2 വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തേക്കും. ആദ്യമായി ന്യൂക്ലിയർ ലയബിലിറ്റി വ്യവസ്ഥയിൽ മാറ്റം വരുത്തും. ആണവ അപകടമുണ്ടായാൽ ഉപകരണങ്ങൾ നൽകിയ കമ്പനി നഷ്ടപരിഹാരം നൽകുന്നതിൽ നേരിയ ഇളവ് ഇതിലൂടെ കൊണ്ടുവരും. ഉപകരണങ്ങൾ വിതരണം ചെയ്ത് ഒരു നിശ്ചിത കാലം വരെ അപകടമുണ്ടായാൽ ഉത്തരവാദിത്വം കമ്പനിയുടേതായിരിക്കും എന്ന തരത്തിൽ ഒരു സമയപരിധി നിശ്ചയിച്ചുകൊണ്ട് വ്യവസ്ഥയിൽ ഭേദഗതി വരുത്താനാണ് നീക്കം. രണ്ടാമതായി ആണവ നിലയങ്ങളുടെ പ്രവർത്തനങ്ങൾക്കായി സ്വകാര്യ മേഖലയ്ക്ക് അവസരം നൽകാനും കേന്ദ്ര സർക്കാർ പദ്ധതിയിടുന്നു. ആണവ മേഖലയിൽ കൂടുതൽ വിദേശ നിക്ഷേപം ഉറപ്പാക്കാനാണ് നിയമ ഭേദഗതിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ അമേരിക്ക ആണവ കരാറിന്റെ വാണിജ്യ സാധ്യതകളെ
പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യവും ഇന്ത്യക്കുണ്ട്. ഇന്ത്യ അമേരിക്ക ആണവ കരാർ ഒപ്പിട്ട് ഏകദേശം 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർണായക നീക്കം. വിദേശ നിക്ഷേപങ്ങൾക്ക് നിയമപരമായ തടസ്സങ്ങൾ പരിഹരിക്കുന്നതിന് ഈ 2 ഭേദഗതികളിലൂടെ സാധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. ആർ അച്യുതൻ, 24, ഡൽഹി. ഇന്ത്യൻ ടീം ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ കളിക്കില്ല. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിനെ BCCI നിലപാട് അറിയിച്ചു. അതിർത്തി സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ തീരുമാനം. ഇതോടെ ഇന്ത്യ വേദിയാകുന്ന ടൂർണമെന്റിന്റെ നടത്തിപ്പ് അനിശ്ചിതത്വത്തിലായി. പാകിസ്ഥാനുമായി ഒരു തരത്തിലുമുള്ള സഹകരണത്തിനുമില്ലെന്ന ഇന്ത്യൻ നിലപാട് കളിക്കളങ്ങളിലേക്കും. അടുത്ത മാസം നടക്കാനിരിക്കുന്ന വനിതാ എമർജിംഗ് ഏഷ്യ കപ്പിലും സെപ്റ്റംബറിലെ പുരുഷ ഏഷ്യ കപ്പിലും കളിക്കാനില്ലെന്ന് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിനെ BCCI നിലപാട് അറിയിച്ചു. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ പ്രസിഡന്റ് പാക് ക്രിക്കറ്റ് ബോർഡ് അധ്യക്ഷനും ആഭ്യന്തരമന്ത്രിയുമായ മോസിൻ നഖ്വി എന്നതും BCCI തീരുമാനത്തിന് പ്രധാന കാരണമായി. പാകിസ്ഥാനുമായി സംഘർഷത്തിൽ നിൽക്കെ അവിടുത്തെ ഒരു മന്ത്രി മുഖ്യ സംഘാടകനാകുന്ന ടൂർണമെന്റിൽ കളിക്കുന്നത് പ്രതിഷേധത്തിന് വഴിവെക്കുമെന്ന് BCCIക്ക് അറിയാം. ഈ വർഷത്തെ ഗ്ലാമർ ടൂർണമെന്റുകളിലൊന്നായ ഏഷ്യ കപ്പിന്റെ നടത്തിപ്പവകാശം ഇന്ത്യക്കാണ് എന്നതൊന്നും BCCI കാര്യമാക്കുന്നില്ല. രാജ്യ താൽപര്യത്തിനാണ് പ്രാധാന്യമെന്ന് BCCI വ്യക്തമാക്കുന്നു. ഇന്ത്യ പിന്മാറുന്നതോടെ ടൂർണമെന്റ് ഉപേക്ഷിക്കേണ്ടി വരും. കാരണം ടൂർണമെന്റിന്റെ പ്രധാന സ്പോൺസർമാരെല്ലാം ഇന്ത്യൻ കമ്പനികളാണ്. ഇനി ICC വേദികളിലല്ലാതെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മത്സരമുണ്ടാകില്ല. അവിടെയും പരമാവധി മുഖാമുഖം എത്തുന്നത് ഒഴിവാക്കാനും BCCI ശ്രമിക്കും. ഒരേ ഗ്രൂപ്പുകളിൽ ഇന്ത്യയും പാകിസ്ഥാനും വരുന്നത് ഒഴിവാക്കാൻ ICC തലപ്പത്ത് ജയ്ഷ ഉള്ളിടത്തോളം BCCIക്ക് വലിയ പ്രയാസമുണ്ടാവില്ല. സ്പോർട്സ് ഡെസ്ക്, 24. എറണാകുളം നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിച്ചു കൊലപ്പെടുത്തിയ ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ച് CISF വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ശബ്ദ സന്ദേശം. കൊല്ലപ്പെട്ട ഐവിൻ ജിജോയെ ഗുണ്ടയായി ചിത്രീകരിക്കാനാണ് ശ്രമം. ഐവിൻ 5 പോലീസ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വ്യാജ പ്രചാരണം. ശബ്ദ സന്ദേശം 24 ലഭിച്ചു. അറിയപ്പെടുന്ന ഒരു ഗുണ്ടയാണ് അവന്. തീർത്തും അക്രമകാരിയായിരുന്നു. ശല്യം സഹിക്കാൻ വയ്യാഞ്ഞിട്ട് സാർ അറ്റ കൈക്ക് ഇത് ചെയ്തതാണ്. ജീവനും കൊണ്ട് ഓടിയപ്പം ഇവൻ ആ ബോണറ്റിൽ കിടന്നു. ബാക്കി 4 പേര് സൈഡിലേക്കായി പോയി. പിന്നെ ഇവനെ കൊല്ലാതെ പറ്റില്ലായിരുന്നു. CISF@Kerala.com, We@Team എന്നീ ഗ്രൂപ്പുകളിലാണ് ഉദ്യോഗസ്ഥരെ ന്യായീകരിച്ചുള്ള ശബ്ദ സന്ദേശം പ്രചരിച്ചത്. കൊല്ലപ്പെട്ട ഐവിൻ ജിജോയെ ഗുണ്ടയായി ചിത്രീകരിക്കാനാണ് ശ്രമം. ഐവിൻ 5 പോലീസ് കേസുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ശബ്ദ സന്ദേശത്തിനെതിരെ വിമർശനം ഉയർന്നതോടെ സന്ദേശം അപ്രത്യക്ഷമായി. കേസിൽ ഉൾപ്പെട്ടുവെന്ന് കരുതുന്ന 3ാമത്തെ CISF ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശപ്രകാരമാണ് വ്യാജ പ്രചരണമെന്നാണ് ഐവിന്റെ ബന്ധുക്കളുടെ ആരോപണം. സന്ദേശം പ്രചരിപ്പിക്കുവാൻ ഉത്തരേന്ത്യൻ ഉദ്യോഗസ്ഥർ സമ്മർദ്ദം ചെലുത്തിയിരുന്നുവെന്നും ആരോപണമുണ്ട്. കേസിൽ റിമാൻഡിലായ CISF ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്ന ആവശ്യവും ശക്തമാകുമ്പോഴാണ് CISF വാട്സപ്പ് ഗ്രൂപ്പുകളിലെ വ്യാജ പ്രചരണം നടക്കുന്നത്. CISF ഉദ്യോഗസ്ഥർക്കെതിരെ നെടുമ്പാശ്ശേരിയിലടക്കം ജനരോഷം ശക്തമാകുന്നതിനിടയിലാണ് വ്യാജ പ്രചരണവും നടക്കുന്നത്. അമൽ സുരേന്ദ്രൻ, 24, കൊച്ചി. തിരുവനന്തപുരം വഞ്ചിയൂരിൽ യുവ അഭിഭാഷകയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പ്രതി ബെയിലിൻ ദാസിന് ജാമ്യം. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കർശന ഉപാധികളോടെ പ്രതിക്ക് ജാമ്യം അനുവദിച്ചത്. കൂടുതൽ പ്രതികരണത്തിനില്ലെന്നും മർദ്ദനമേറ്റ അഭിഭാഷക അഡ്വക്കേറ്റ് ഫ്യാമിലി പറഞ്ഞു. ബെയിലിൻ ദാസിന് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു. ജാമ്യം ലഭിച്ചാൽ പ്രതി സ്വന്തം ഓഫീസിലെ ജീവനക്കാരായ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും കേസന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ പ്രതിക്കും പരിക്കേറ്റുവെന്നും സ്ത്രീത്വത്തെ അപമാനിക്കൽ വകുപ്പ് നിലനിൽക്കില്ലെന്നുമായിരുന്നു പ്രതിഭാഗം വാദിച്ചത്. കർശന ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു. കുറ്റപത്രം സമർപ്പിക്കുന്നതുവരെയോ അല്ലെങ്കിൽ 2 മാസത്തേക്കോ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ല. ഇരയോ സാക്ഷികളെയോ ബന്ധപ്പെടാൻ പാടില്ലെന്നും ഉൾപ്പെടെയുള്ള ഉപാധികളിലാണ് ജാമ്യം. ബെയിലിൻ ദാസിന്റെ ജാമ്യത്തിൽ പ്രതികരിക്കാൻ മർദ്ദനമേറ്റ ഷാമിലി തയ്യാറായില്ല. വഞ്ചിയൂർ കോടതിക്കടുത്തുള്ള ബെയിലിൻ ദാസിന്റെ ഓഫീസിൽ സഹപ്രവർത്തകർ നോക്കി നിൽക്കുകയായിരുന്നു ക്രൂരമർദ്ദനം. പിടിച്ചു നിർത്തി മുഖത്ത് കൈകൊണ്ട് ആഞ്ഞടിക്കുകയായിരുന്നു. ഗർഭിണിയായിരിക്കെ വക്കീൽ ഓഫീസിനകത്ത് വെച്ച് നേരത്തെയും തന്നെ ബെയിലിൻ ദാസ് മർദ്ദിച്ചിരുന്നുവെന്നും ഷാമിലി വെളിപ്പെടുത്തിയിരുന്നു. 24, തിരുവനന്തപുരം. 2ാം പിണറായി സർക്കാർ 5ാം വർഷത്തിലേക്ക്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കിയതും ദേശീയപാത വികസനവും നിക്ഷേപം ആകർഷിക്കാൻ നടത്തിയ ഇടപെടലുകളാണ് നാളെ 4 വർഷം തികയ്ക്കുന്ന സർക്കാരിന്റെ പ്രധാന നേട്ടങ്ങൾ. എന്നാൽ വന്യജീവി ആക്രമണത്തിന് പരിഹാരമില്ലാത്തതും സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായ കാലത്ത് കോടികൾ ചെലവിട്ട് നടത്തുന്ന ധൂർത്തുമാണ് സർക്കാരിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനങ്ങൾ.
ഭരണ തുടർച്ചയെന്ന ചരിത്ര നേട്ടത്തിൽ നിന്നാണ് രണ്ടാം പിണറായി സർക്കാരിൻ്റെ പിറവി. സാമ്പത്തിക പ്രതിസന്ധിയും കേന്ദ്രവിഹിതത്തിലെ വെട്ടിക്കുറവ് മൂലം പതുക്കെയായിരുന്നു പ്രയാണം. 1-2 വർഷം കഴിഞ്ഞ് 3-ാം വർഷത്തിൽ നവകേരള സദസ്സും കേരളീയം പരിപാടിയും സംഘടിപ്പിച്ചാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ കുടിശ്ശികയായതോടെ തിരഞ്ഞെടുപ്പിൽ തകർന്നടിഞ്ഞു. തോൽവിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുൻഗണനാക്രമം പുതുക്കി നിശ്ചയിച്ച് സർക്കാർ മുന്നോട്ട് നീങ്ങി. എന്നാൽ വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം സർക്കാരിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കി. പുനരധിവാസമെന്ന ഭാരിച്ച ഉത്തരവാദിത്തത്തിനിടയിലും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ 1-ാം ഘട്ടം പൂർത്തിയാക്കാനായതാണ് 4-ാം വർഷത്തിലെ സർക്കാരിൻ്റെ പ്രധാന നേട്ടം. കാസർഗോഡ് മുതൽ കഴക്കൂട്ടം വരെയുള്ള ദേശീയപാതയുടെ വികസനം, അതിദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള നടപടികൾ, വ്യവസായ നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള ആഗോള സംഗമം എന്നിവയാണ് സർക്കാരിന് അവകാശപ്പെടാവുന്ന മറ്റു നേട്ടങ്ങൾ. എന്നാൽ മലയോര ജനതയുടെ ജീവനെ ഭീഷണി ഉയർത്തുന്ന വന്യജീവി ആക്രമണമാണ് സർക്കാർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. വന്യജീവി ആക്രമണത്തിൽ ദിവസേന എന്നോണം മനുഷ്യർ കൊല്ലപ്പെടുമ്പോഴും സർക്കാരിന് ഒന്നും ചെയ്യാനാവുന്നില്ല. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുമ്പോഴും കോഴികൾ ചെലവിട്ടുള്ള വാർഷികാഘോഷമടക്കമുള്ള ധൂർത്തും ലക്ഷങ്ങൾ ചെലവിട്ട് സ്വന്തക്കാർക്ക് വേണ്ടി നടത്തുന്ന നിയമനങ്ങളും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്നു. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാത്തത്, കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾ, ലഹരി വ്യാപനം, പോലീസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരെ ഉയർന്ന ആക്ഷേപങ്ങൾ തുടങ്ങിയവയാണ് സർക്കാരിനെതിരെ ഉയരുന്ന മറ്റ് വിമർശനങ്ങൾ. തെരഞ്ഞെടുപ്പ് വർഷത്തിലേക്ക് പദമൂന്നുന്ന സർക്കാർ കൂടുതൽ ജനകീയമാകാനുള്ള ഇടപെടലുകൾ നടത്തിയേക്കും. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതരുടെ പ്രതിമാസ വാടകയും ഉപജീവനത്തിനായി പ്രതിദിനം നൽകുന്ന 300 രൂപയും കൃത്യമായി ലഭ്യമാകുന്നില്ല എന്നാരോപിച്ച് ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധം. താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പ്രശ്നപരിഹാരം കാണുമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. ദുരന്ത ബാധിതരുടെ ജനകീയ സമിതി നേതാക്കളും സമാന വിഷയമുയർത്തി കളക്ടറെ നേരിൽ കണ്ടു. ആനുകൂല്യ തുക ഉടൻ തന്നെ അക്കൗണ്ടുകളിൽ എത്തുമെന്ന് എന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഉറപ്പ്. മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയെ പിടികൂടാനുള്ള ദൗത്യം 5-ാം ദിവസവും തുടരുന്നു. അടക്കാക്കുണ്ട് മഞ്ഞൾപ്പാറയിൽ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. നരഭോജി കടുവയെ പിടികൂടി കൊല്ലണമെന്ന് കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. കടുവയുടെ ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ട മലപ്പുറം കാളികാവിൽ വനം വകുപ്പിന്റെ ദൗത്യം തുടരുകയാണ്. 60 അംഗ RRT സംഘം 3 ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് കടുവയെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നത്. 50ഓളം നിരീക്ഷണ ക്യാമറകളും 5 ലൈവ് സ്ട്രീം ക്യാമറകളും വിവിധയിടങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനിടെ അടക്കാക്കുണ്ട് മഞ്ഞൾ പാർക്ക് സമീപം കടുവയുടെ കൽപ്പാടുകൾ കണ്ടെത്തി. ഗഫൂറിനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയ പ്രദേശത്തിന്റെ മറുഭാഗത്തായാണ് കൽപ്പാടുകൾ കണ്ടെത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ക്യാമറ സ്ഥാപിക്കുകയും ചെയ്തു. അതേസമയം കടുവയെ പിടികൂടി കൊല്ലണമെന്ന് കാളികാവ് പഞ്ചായത്ത് പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. കടുവയെ കൊല്ലണം, കാരണം ഒരു മനുഷ്യ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ടുള്ള കടുവയെ ഇനി വെച്ച് വെക്കില്ല എന്നുള്ള ജനങ്ങളുടെ വികാരത്തോടൊപ്പം തന്നെയാണ് ഞങ്ങളും. കടുവയുടെ സാന്നിധ്യം ഉറപ്പാക്കിയതിനു ശേഷം മാത്രമേ മുത്തങ്ങയിൽ നിന്നും എത്തിച്ച 2 കുങ്കിയാനകളുമായുള്ള തെരച്ചിൽ ആരംഭിക്കുകയുള്ളൂ. കുങ്കിയാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ പാപ്പാൻ അഭയ് കൃഷ്ണയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. കടുവ ദൗത്യത്തിനിടെ സ്ഥലം മാറ്റിയ നിലമ്പൂർ സൗത്ത് DFO ധനിക്കിലാൽ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചു. 24 മലപ്പുറം. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെയും വനം വകുപ്പിനെയും രൂക്ഷമായി വിമർശിച്ച് സിറോ മലബാർ സഭ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. സർക്കാരിനോട് പറയുന്നതിനേക്കാൾ ഫലം ആക്രമിക്കാൻ വരുന്ന കടുവയോടും പുലിയോടും പറഞ്ഞാൽ കിട്ടുമെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. ഇന്നലെ കത്തോലിക്ക കോൺഗ്രസിന്റെ രാജ്യാന്തര സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഈ വിമർശനം. ഈ സർക്കാരിനോട് പറയുന്നതിനേക്കാളും ഫലം കിട്ടും നമ്മെ കൊന്നു തിന്നാൻ വരുന്ന കടുവായുടെയും പുലിയുടെയും മുമ്പിൽ ചെന്ന് കൈകൂപ്പി പറഞ്ഞാൽ അതുങ്ങൾക്ക് ഇവയേക്കാളും ആത്മാർത്ഥതയും ലജ്ജയും ഉണ്ടാകും. ഒരുപക്ഷെ അവ നമ്മളെ സംരക്ഷിച്ചെന്നിരിക്കും. ഇത്രയും മനുഷ്യരെ കൊന്നൊടുക്കിയത് ആര് എന്ന് ചോദിച്ചാൽ അതിനൊരൊറ്റ ഉത്തരമേയുള്ളൂ: നിഷ്ക്രിയത്വം തുടരുന്ന ഈ സർക്കാരിന്റെ നിലപാട് രാഹിത്യമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. ഇന്ന് പുലർച്ചെ പെയ്ത കനത്ത മഴയിൽ ബംഗളൂരു നഗരം വെള്ളക്കെട്ടിലായി. കഴിഞ്ഞ 3 ദിവസമായി ബംഗളൂരുവിൽ ശക്തമായ മഴയാണ്. പ്രധാന റോഡുകളിലൊക്കെ വെള്ളം കയറിയതോടെ ജനജീവിതം ദുസ്സഹമായി. അടിപ്പാതകളിൽ വെള്ളം കെട്ടി ഗതാഗത തടസ്സമുണ്ടായി. റോഡുകളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ പലതും ഒഴുകിപ്പോയി. തമിഴ്നാട്ടിലും 19 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മൺസൂണിനെ നേരിടാൻ സജ്ജമാകണമെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. നോക്കാം വിശദമായ കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.
നോക്കാം സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇതോടെ വാർത്താമഴ അവസാനിക്കുന്നു.